കൂട്ടുകാരെ, നമുക്കൊരു മീനച്ചാർ ഇട്ടാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനാണ് കേട്ടോ. ബോൺലെസ് ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. എല്ലാവരും അച്ചാറിന് എടുക്കുന്നത് പോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിയാപ്പിലയൊക്കെയാണ് ഞാനും എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി മാത്രം ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചതിന് ശേഷം പാൻ വെച്ചിട്ട് നമുക്ക് മീൻ അരച്ച് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ, ഇവിടെ എല്ലാവരും മീൻ ചിലർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാറുണ്ട്. ഞാനും അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കിടക്കട്ടെ. ഓരോ പീസൊക്കെ ആണെങ്കിലും എടുത്താലും നമുക്ക് അത്യാവശ്യം ചോറുണ്ണാനായിട്ടൊക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണിച്ചത് ഞാനിത് ഒരു കട്ടൻ ചായ അതിൻ്റെ കൂടെ കുടിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് മീൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഒത്തിരി അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല, എന്നാലും ഷാലോ ഫ്രൈ അല്ല, അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് അത്യാവശ്യം കടുകും കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാട്ടോ, ആദ്യമേ ചേർത്തില്ല. ഇതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ കരിയാപ്പില ചേർത്തോട്ട്. നമ്മൾ സാധനങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും പിന്നെ വേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടി മാത്രമാണ്. കാരണം പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അത്യാവശ്യം പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ വിനാഗിരിയും വെള്ളവും കൂടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വിനാഗിരി തിളപ്പിച്ചിട്ടല്ല, വെള്ളം തിളപ്പിച്ച് വെച്ച് വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുത്തു. വിനാഗിരിയും കൂടെ ഇട്ട് കല്ലുപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തിക്കായിട്ട് ആ ഗ്രേവി ഒന്ന് അത്യാവശ്യം തിക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു ഗ്രേവിക്ക്. അത് ആ പരുവത്തിലൊന്നാക്കിയെടുത്ത് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ ആ വറുത്ത എണ്ണയിൽ തന്നെ ഈ ഗ്രേവി തയ്യാറാക്കുമ്പം ആ മീനിൻ്റെ ആ സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ ഒന്നുകൂടെ നമ്മുടെ ഗ്രേവിയിലേക്ക് അങ്ങ് ഇറങ്ങും. നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി, ഒരു തിള വരുന്നതിന് മുമ്പ് തന്നെ ഞാനതങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിലായിരുന്നു സ്റ്റൗവിൽ നിന്ന് ഇറക്കുന്ന സമയത്തുള്ള എൻ്റെ മീനച്ചാറിൻ്റെ ഒരു സ്ട്രക്ചർ. അതിനുശേഷം നല്ലതുപോലെ ആറിയതിന് ശേഷമാണ് അടുത്ത ഇത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കായി അതിലേക്ക് ഒന്ന് പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു പരുവമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കിട്ടിയത്. ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഒരു പീസ് നല്ലപോലെ വലുതായതുകൊണ്ട് തന്നെ ഒരു പീസ് ഫിഷും അതിൻ്റെ കൂടെ ഒരു ശകലം ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് ചോറ് ഇങ്ങനെ ചോറിലേക്കിട്ട് ശകലം ഗ്രേവിയും കൂടെ അതിൻ്റെ എടുത്തിട്ട് നല്ലതുപോലെ പുരട്ടി അമ്മെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഫിഷ് അച്ചാറ് കഴിക്കാം. ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. മീനച്ചാറിനൊക്കെ അല്ലെങ്കിലും നല്ല ടേസ്റ്റല്ലേ. ഫൈനലി എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു 3 ബോട്ടിലാണ്. ഈ ബോട്ടിലൊക്കെ ഇവിടെ ഇരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസൊക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കണേ.